ഹായ് എവ്രി വൺ, വെൽക്കം ടു നോട്ട്ബഡി.in. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് 8th സ്റ്റാൻഡേർഡിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള എ ലോങ് വാക്ക് വിത്ത് ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ഈ കഥ എഴുതിയിട്ടുള്ളത് നമ്മളെ ഫേമസ് ആയിട്ടുള്ള റസ്കിൻ ബോണ്ട് ആണ്. അപ്പം നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നോക്കാം. റസ്കിൻ ബോണ്ട് ഒരു ബ്രിട്ടീഷ് വംശജനായിട്ടുള്ള ഒരു ഫേമസ് ഇന്ത്യൻ റൈറ്ററാണ്. അദ്ദേഹത്തിൻ്റെ വർക്ക്സിൽ കൂടുതലും കുട്ടികളും പ്രകൃതിയും പിന്നെ അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള നല്ല ബോണ്ടുകൾ കാര്യങ്ങളൊക്കെയാണ് റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി നമ്മളെ ചാപ്റ്ററിലേക്ക് വരുവാണെങ്കിൽ നമ്മളെ ചാപ്റ്ററിലെ മെയിൻ ക്യാരക്ടേഴ്സ് ഗ്രാനിയും മണിയുമാണ്. ഗ്രാനി ആൻഡ് മണി. ഗ്രാനി എന്ന് പറഞ്ഞാൽ മണീൻ്റെ മുത്തശ്ശിയാണ്, ഗ്രാൻഡ് മദറാണ്. ഗ്രാനി ഒരു ലവിങ് ആൻഡ് സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയാണ്. പിന്നെ അതുപോലെ തന്നെ മണി 11 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. നമ്മളെ കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഗ്രാനീനെ വെച്ചിട്ടാണ്. നമ്മളെ ഗ്രാനി താമസിക്കുന്നത് ഒരു ഹിമാലയൻ വില്ലേജിലാണ്, അവിടെ ഒരു കൊച്ചു വീട്ടിലാണ്. അവരുടെ കണ്ണിൻ്റെ കാഴ്ച ഇങ്ങനെ കുറഞ്ഞു വരുന്നുണ്ട്. അവർ ഗ്ലാസ് വെക്കുന്നുണ്ട്, പക്ഷെ എന്താണ്, ആ ഗ്ലാസ് ഒരു 10 വർഷം മുന്നേ വെച്ചതാണ്, അത് ഇതുവരെ മാറ്റിയിട്ടില്ല. അതിലൊരുപാട് സ്ക്രാച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ട് തന്നെ കാഴ്ച എന്താണ് ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്, ഭയങ്കര ബുദ്ധിമുട്ടാണ് അവർക്കെല്ലാം കാണാൻ. പക്ഷേ എന്നിരുന്നാലും അവരൊരിക്കലും ഒരു ഐ ഹോസ്പിറ്റലിൽ കാണിക്കാൻ, മസൂരിയിലുള്ള ഐ ഹോസ്പിറ്റലിലേക്ക് പോകുക എന്നുള്ള ആ ഒരു ഐഡിയ അവർ എപ്പോഴും നിരസിക്കും. അത് വേണ്ടാന്ന് തന്നെയാണ് അവർ പറയാറ്. അവർക്കൊരിക്കലും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അംഗീകരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടേക്ക് പോകുന്നത് ഒരു 2 day ജേണിയാണ്. മുത്തശ്ശിയുടെ കൊച്ചുമകനായിട്ടുള്ള മണിയെ ഒരിക്കലും പിരിഞ്ഞിരിക്കാൻ അവർക്ക് താല്പര്യമില്ല, ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. മണീനെ അത്രയും ഇഷ്ടമാണ്. മണിക്കിപ്പോൾ 11 വയസ്സായി. 1 വയസ്സായ സമയത്താണ് മണിയുടെ അമ്മ മരിച്ചിട്ടുള്ളത്. ഓക്കെ, മണീൻ്റെ അമ്മ മരിച്ചതിന് ശേഷം ഇത്രയും വലുതാക്കിയത് ആരാണ്? അവരുടെ മുത്തശ്ശിയാണ്. അപ്പോൾ ഈ ഗ്രാനിക്ക് എന്താണ്, അവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര നല്ലൊരു കണക്ഷനാണ് ഉള്ളത്, ഭയങ്കര ബോണ്ടാണ്. ഓക്കെ, മണിയും ഫാദറും മസൂരിയിൽ പോയിട്ട് കണ്ണ് ചെക്ക് ചെയ്യാൻ പറയുന്നുണ്ട്, പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ല. ഒരു പോയിന്റിൽ മണി പറയാണ്, ഞാനും കമ്പനി തരാം, ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞപ്പം മുത്തശ്ശിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആവുകയാണ്. അപ്പോൾ ഗ്രാനി ഓക്കെ എന്നുള്ള രീതിയിൽ നിൽക്കുവാണ്. ആ ഒരു ടൈമിൽ അവർക്ക് ഒരു ട്രിപ്പിന് പോകാനുള്ള ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അവിടെ പോയിട്ട് എന്തൊക്കെ വാങ്ങണം, എന്തൊക്കെ ഷോപ്പിംഗ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അവിടെ സീഡ് വാങ്ങിക്കണം, പിന്നെ അതുപോലെ പശുവുണ്ട്, പശുവും കോഴികളും ഒക്കെ ഉണ്ട്. അപ്പോൾ പശുവിന് ബെല്ല് വാങ്ങിക്കണം, മണി കിട്ടൂലേ, ബെല്ല് വാങ്ങിക്കണം. പിന്നെ അതുപോലെ മണിക്ക് ഷൂസ്, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള എല്ലാം ഇങ്ങനെ പ്ലാൻ ചെയ്യാൻ തുടങ്ങി. അപ്പം തന്നെ മണീൻ്റെ ഫാദർ പറയുന്നത്, ഇതൊന്നും നടക്കില്ല, എൻ്റെ കയ്യിലും ആകെ 100 രൂപയേ ഉള്ളൂ, സോ അത് വെച്ചിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം. ആ സെയിം ടൈമിൽ ഗ്രാനി പറയുകയാണ്, എന്ത്, എൻ്റെ കയ്യിൽ ഞാൻ സേവ് ചെയ്ത 50 റുപ്പീസ് കൂടെ ഉണ്ട് എന്ന് പറയാണ്. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗിൽ ഗ്രാനിയും മണിയും കൂടി എന്ത് ചെയ്യാണ്, അവരെ ജേണി സ്റ്റാർട്ട് ചെയ്യാണ്. അവർ നേരെ മസൂരിയിലേക്ക് പോകുന്നില്ല, പക്ഷെ എങ്ങനെ പോകുന്നത്, മസൂരിയിലേക്ക് പോകുന്ന വഴി ഒരു പട്ടണമുണ്ട്, നൈൻ എന്നാണ് ആ പട്ടണത്തിൻ്റെ പേര്. അപ്പോൾ അവിടേക്കാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നേരെ ചാറ്റൽ മഴയെല്ലാം ഉണ്ട്, പക്ഷെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ട് നടന്നുകൊണ്ടാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ മണി വൈൽഡ് ബെറീസ് കാണുന്നുണ്ട്. അത് കാണുന്ന സമയത്ത് അവൻ അവിടെ പോയി അത് പറിച്ചെടുക്കുന്നുണ്ട്. ബട്ട് ഗ്രാനി എന്ത് ചെയ്യുന്നില്ല, ഇതൊന്നും കാര്യമാക്കുന്നില്ല. ഗ്രാനി സ്പീഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവർ രണ്ടുപേരും മലനിരകളുടെയൊക്കെ ഭംഗി ആസ്വദിച്ച് ഒരു പൈൻ മരത്തിൻ്റെ അടിയിലിരുന്ന് ലഘുഭക്ഷണം എല്ലാം കഴിച്ചു. അവിടുന്ന് അവർക്ക് വെള്ളം അവർ കൊണ്ടുപോയിട്ടില്ല. വെള്ളം അവർക്ക് കിട്ടിയത് എവിടുന്നാണെന്നറിയോ? അവിടെ നീരുറവയുണ്ട്, അതായത് നാച്ചുറലി നമുക്ക് എന്താണ് ഉറവ എടുക്കും അല്ലേ, അതിലെ വെള്ളമെല്ലാം കുടിച്ചിട്ടാണ് അവർ ദാഹം അകറ്റുന്നത്. അങ്ങനെ ഉച്ച കഴിഞ്ഞാണ് അവർ നൈനിലെത്തുന്നത്. നമ്മൾക്ക് പോകേണ്ട സ്ഥലം എവിടെയായിരുന്നു? മസൂരിയിലേക്കാണ് പോകുന്നത്. മസൂരിക്കിൻ്റെ ഇടയിൽ എന്തുണ്ട്, നൈൻ പട്ടണമുണ്ട്, അവിടെയാണ് ഫസ്റ്റ് അവർ എത്തുന്നത്. അങ്ങനെ നൈനിലെത്തി. നൈനിൽ അവരുടെ അമ്മാവൻ്റെ വീട്ടിലാണ് അവർ താമസിക്കുന്നത്. പിറ്റേന്ന് മസൂരിയിലേക്ക് ഒരേ ഒരു ബസ്സേ ഉള്ളൂ, അവർ അതിലാണ് കയറിയിട്ട് പോകുന്നത്. ആ ബസ് യാത്ര നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. അത് വളരെ പഴക്കമുള്ളൊരു ബസ്സായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും ഭയങ്കര ബഹളവും ബസ്സിൽ നിന്നൊക്കെ ഭയങ്കര ശബ്ദവും എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്നാണ് ഒരു വലിയ മണ്ണിടിച്ചിൽ നടക്കുന്നത്. അത് കാരണം ബസ് എന്ത് ചെയ്തു, അവിടെ നിർത്തി. പാറകൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ റോഡ് പൂർണ്ണമായിട്ട് എന്തായി, ബ്ലോക്കായി. അപ്പോൾ ബസ്സിന് മൂവ് ചെയ്യാനേ പറ്റില്ല. അപ്പോൾ ഒരുപാട് പാസഞ്ചേഴ്സും തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, നൈനിലേക്ക് തന്നെ തിരിച്ചു പോവാം. ബട്ട് നമ്മളെ ഗ്രാനി എന്ത് ചെയ്തതെന്ന് അറിയോ? ഗ്രാനി പറഞ്ഞു, നമുക്ക് പോവാം, നമുക്ക് മസൂരിയിലേക്ക് പോകാം, നമ്മൾ കുറേ നടന്നിട്ടല്ലേ വന്നത്, അതേപോലെ ഇനിയും നമുക്ക് എന്ത് ചെയ്യാം, നടക്കാം എന്ന് പറയാണ്. അങ്ങനെ ഈ മണ്ണിടിച്ചിലിനെ മറികടക്കാൻ അവർ മലയ്ക്ക് മുകളിലൂടെ കുത്തനെയുള്ളൊരു കയറ്റാണ്. അതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ ഒരു മലയിടിച്ചിലിൻ്റെ ഇടയിലൂടെ നമുക്ക് എന്തായാലും പോകാൻ കഴിയില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഗ്രാനിയും
മണിയും കൂടെ ആ കുറുക്ക് വഴിയിലൂടെ പോവാണ്. ഈ ഷോർട്ട് കട്ടിലൂടെ ആണെങ്കിലും അത്ര എളുപ്പമുള്ളൊരു യാത്രയൊന്നുമല്ല ഇത്. അവിടെ കുത്തനെയുള്ള കയറ്റങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ഇടതൂർന്ന വനങ്ങൾ, നല്ല കാറ്റിങ്ങനെ അടിക്കുന്ന, കാറ്റ് വീശുന്ന കുന്നുകളിലൂടെയൊക്കെയാണ് അവർ നടക്കുന്നത്. അതുപോലെ തന്നെ പാറക്കെട്ടുകളിലൂടെയും. അതൊക്കെ ഭയങ്കര ഡേഞ്ചറാണല്ലേ. ബട്ട് അവരെന്താണ് ഭയങ്കര ഹാപ്പി ആയിട്ടും, മുത്തശ്ശിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ടും നല്ല എനർജറ്റിക്കും ആയിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിൽ അവർ പക്കോട, ബണ്ണ്, പീച്ച് ഇതെല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതെല്ലാം കഴിച്ച് അവർ വിശപ്പൊക്കെ അകറ്റുന്നുണ്ട്. അങ്ങനെ ഇത്രയും കഠിനമായിട്ടുള്ള യാത്രയിൽ അങ്ങനെ ലാസ്റ്റ് അവർ വൈകിട്ട് മസൂറിയിലെത്താണ്. അവിടെ ഹോട്ടൽ വാങ്ങാൻ ക്യാഷില്ല. വരുന്ന സമയത്തെ ഫാദർ പറഞ്ഞിട്ടുണ്ട്, എന്ത്, എൻ്റെ കയ്യിൽ 100 റുപ്പീസാണുള്ളത്, ആൻഡ് ഗ്രാനീൻ്റെ കയ്യിൽ എത്ര രൂപ ഉണ്ടായിരുന്നു, 50 റുപ്പീസ്. അത് വെച്ചിട്ട് അവർക്ക് അവിടെ ഹോട്ടലിൽ റൂം എടുക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ അവരെന്താ ചെയ്തിട്ടുള്ളത്, അവിടെ ഒരു ടെമ്പിൾ ഉണ്ട്, ടെമ്പിളിൻ്റെ അടുത്തൊരു ധർമ്മശാലയിലാണ് രാത്രി കഴിച്ചു കൂട്ടിയിട്ടുള്ളത്. അങ്ങനെ പിറ്റേന്ന് രാവിലെ അവർ ഐ ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഒരുപാട് ടൈം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഗ്രാനി ഡോക്ടറെ കാണുന്നത്. ഡോക്ടറാണെങ്കിൽ ഈ കണ്ണട കണ്ട് ഡോക്ടർ ഞെട്ടിപ്പോവാണ്. ഡോക്ടർ ചോദിക്കുകയാണ്, ഇത് വല്ല മ്യൂസിയത്തിലേക്കും കൊടുത്തയച്ചൂടെയെന്ന്. എന്തുകൊണ്ടാണ് അത്രയും കാലം എന്താണ് സെയിം കണ്ണടയാണ് അവർ ഉപയോഗിച്ചിട്ടുള്ളത്. 10 വർഷത്തോളം സെയിം കണ്ണട വെച്ചാൽ അതിൻ്റെ മുകളിൽ കുറേ എന്താണ് സ്ക്രാച്ചും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഡോക്ടർ പറയാണ്, ഈ കണ്ണട നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എന്താണ് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്ന്. ഇത്രയും സ്ക്രാച്ചും കാര്യങ്ങളും ഉള്ള കണ്ണട നമ്മൾ യൂസ് ചെയ്താൽ നമ്മളെ കണ്ണിന് കൂടുതൽ കേടാണെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് ഡോക്ടർ ഗ്രാനീൻ്റെ കണ്ണുകളൊക്കെ ചെക്ക് ചെയ്തു. അവർ പറഞ്ഞു കണ്ണ് ഭയങ്കര വീക്കാണ്, ബട്ട് ബ്ലൈൻഡ് ആവുമൊന്നുമില്ല, പ്രോപ്പറായിട്ടുള്ള ലെൻസ് യൂസ് ചെയ്താൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ശരിയായിട്ടുള്ള കണ്ണട ഒക്കെ വെച്ച് കൊടുത്ത് ഓരോ ലെൻസ് ഇങ്ങനെ മാറ്റി 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 ചെയ്യുന്ന സമയത്ത് മുത്തശ്ശിക്ക് എന്താവാണ്, കാഴ്ച ഇങ്ങനെ ക്ലിയർ ആയിട്ട് വരുവാണ്. അങ്ങനെ ബോർഡിലുള്ള ലെറ്റേഴ്സ് എല്ലാം കാണാൻ തുടങ്ങി. അത് കഴിഞ്ഞിട്ട് ഡോക്ടറുടെ മുഖമൊക്കെ ക്ലിയർ ആയിട്ട് കാണാൻ തുടങ്ങി. ആ സമയത്താണ് അവർ പിന്നിലേക്ക് നോക്കുന്നത്. പിന്നിൽ ആരുണ്ട്, നമ്മുടെ മണിയുണ്ട് അല്ലേ. ഗ്രാനി തിരിഞ്ഞു നോക്കുന്ന സമയത്ത് മണി എന്താണ് വ്യക്തമായിട്ട് കാണാൻ തുടങ്ങുകയാണ്. ഒരുപാട് വർഷത്തിന് ശേഷമാണ് ഗ്രാനി ക്ലിയർ ആയിട്ട് മണീനെ കാണുന്നത്. ഭയങ്കര ഹാപ്പി ആവാണ് ഗ്രാനി. ഭയങ്കര ഇമോഷണലായി. ഗ്രാനി എന്നിട്ട് മണീനോട് പറയാണ്, നീ എന്തൊരു സുന്ദരനാണ്. അതിനിടയിൽ ഗ്രാനി തമാശയ്ക്ക് പറയുന്നുണ്ട്, എന്നാലും കുറച്ച് ഹെയർ കട്ടും വാഷും ഒക്കെ ചെയ്യാനുണ്ട്, പിന്നെ പുതിയ ഷൂസ് വാങ്ങിക്കാനും ഷർട്ടിലെ ബട്ടനൊക്കെ ശരിയാക്കാനും ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെറുതായിട്ട് കളിയാക്കുന്നുണ്ട്. അതിനുശേഷം അവർ പുതിയ കണ്ണട എല്ലാം ഓർഡർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവർ കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ. ഓർമ്മയുണ്ടോ? യെസ്, ഷോപ്പിംഗ് അല്ലേ. മുത്തശ്ശി ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. അവർ മണിക്കായിട്ട് പുതിയ ഷൂസ് വാങ്ങിച്ചു. അച്ഛനുള്ള കമ്പിളി, ഒരു പുള്ളോവർ കോട്ടൊക്കെ വാങ്ങാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, അത് വാങ്ങിക്കും. പിന്നെ അതുപോലെ തന്നെ അവിടുത്തെ പശുവിനുള്ള ഒരു ബെല്ല് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, കൗ ബെല്ല്, അതും സീഡ്സും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടാണ് അവർ റിട്ടേൺ അടിക്കാൻ പോകുന്നത്. അങ്ങനെ പിറ്റേന്നാണ് അവർ റിട്ടേൺ പോകുന്നത്. റിട്ടേൺ എങ്ങനെയാണ്, നടന്നിട്ടായിരിക്കുമോ ബസ്സിലായിരിക്കുമോ? യെസ്, ബസ്സിലാണ് അവർ പോകുന്നത്. മുത്തശ്ശി ഭയങ്കര ഹാപ്പിയാണ്. അതായത് കുറേ കാര്യങ്ങൾ ഇപ്പോഴാണ് കാണാൻ തുടങ്ങുന്നത് ക്ലിയർ ആയിട്ട്. ആ പ്രകൃതിയും കാര്യങ്ങളും ഒക്കെ ബസ്സിലിരുന്നാണ് കാണുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഗ്രാനി. ബസ്സിൽ സൈഡ് സീറ്റിലാണ് ഇരിക്കുന്നത്. സൈഡ് സീറ്റിലിരുന്നാൽ നമ്മളിങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കും അല്ലേ. അപ്പോൾ ഗ്രാനി ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ആകാശത്ത് മനോഹരമായിട്ടുള്ള മഴവില്ല് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. മഴവില്ലൊന്നും പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നില്ല, ബട്ട് ആദ്യത്തേലും എന്താണ് ഒരുപാട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര സന്തോഷത്തോടെയാണ് അവരതെല്ലാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാനി ഭയങ്കര എക്സൈറ്റഡ് ആണ്. ക്ലിയർ ആയിട്ട് കണ്ടതിൻ്റെ ഒരു സന്തോഷവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് നിർത്താതെ സംസാരിക്കുന്നുണ്ട്. ഇതെല്ലാം മണി അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു പോയിന്റ് എത്തിയപ്പോഴത്തേന് മണി പതുക്കെ ഉറക്കത്തിലേക്ക് പോവാണ്. മണി ഗ്രാനീൻ്റെ ഷോൾഡറിൽ ഇങ്ങനെ തല ചായ്ച്ച് അങ്ങനെ ഉറങ്ങിയിട്ട് അങ്ങനെയാണ് നമ്മളെ കഥ അവസാനിക്കുന്നത്. സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടമായോ? ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ന്യൂ വേർഡ്സ് എല്ലാം കൊടുത്തിട്ടുണ്ട് സ്ലൈഡിൽ. അപ്പോൾ അത് നോക്കുക, പഠിക്കുക. പിന്നെ ഈ സ്റ്റോറി ഇങ്ങനെ കേട്ടുപോയാൽ പോരാ, ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കണം. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻസിൽ ചോദിച്ചാൽ മതി. പിന്നെ ഈ ചാപ്റ്റേഴ്സിൻ്റെ എല്ലാ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സും സമ്മറിയും notebuddy.in എന്ന് പറഞ്ഞിട്ടുള്ള സൈറ്റിലുണ്ട്. അതിൻ്റെ ലിങ്ക് മിസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക. അതൊന്ന് ചെക്ക് ചെയ്യുക. നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും കേട്ടോ ആ PDF. പിന്നെ നന്നായിട്ട് എല്ലാവരും പഠിക്കാം. ഓക്കെ, താങ്ക് യു. സീ യു ഓൾ ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.